ഹലോ ഗായ്സ്. അനുഗ്രഹമൊക്കെ ഓക്കെ. ഇനി ഇവിടെ ഒരു രുദ്രാക്ഷ ഉണ്ട്, അതങ്ങോട്ട് വാങ്ങിട്ട് പൊക്കോന്ന്. പൈസ ആയേക്കാ ചായേക്കാ. എനിക്ക് അതില് പോകാൻ ഭയങ്കര ആഗ്രഹം ഗായ്സ്, ഭയങ്കരമായിട്ട് ആഗ്രഹം. എന്നെ കൊണ്ടുപോണില്ല അവര്. ഹലോ ഗായ്സ്, അപ്പം ഗുഡ് മോർണിംഗ് അല്ല, ആഫ്റ്റർനൂണായി. ഞങ്ങൾ ഇനിക്കാൻ വൈകി ഒരു 3 മണിക്കായി ഇന്നലെ എത്താനായിട്ട്. ഗട്ടിലൊക്കെ നല്ല പീസ്ഫുൾ ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് ഇങ്ങനെ പതുക്കെ നടന്നു വന്നപ്പോൾ പക്ഷെ എൻ്റെ കണ്ണ് കാണും ഓർക്കക്ഷീണമുള്ള പോലെ ഉണ്ട്. നമ്മളിവിടെ ഡോർമെട്രിയിലാണ്, മിക്സഡ് ആണ്. അയ്യോ, അങ്ങനെ നമ്മളിപ്പോൾ ചായ കുടിക്കാൻ പോവാണ്. ഇപ്പോഴാണ് പോണത് ചായ കുടിക്കാൻ. എൻ്റെ സൗണ്ടൊക്കെ ആകെ പോയി. നല്ല മഞ്ഞ്, നല്ല വിൻ്ററാണ്. എനിക്ക് ഭയങ്കര ജലദോഷം കോൾഡൊക്കെ വരുന്നുണ്ട്. ഒക്കെ റെഡിയാക്കണം. അപ്പം നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. അഭിവാ പോവാ ഗായ്സ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഗോപാൽജി ഉണ്ട്, പിന്നെ നമ്മളെ അഭിമോനുണ്ട്. ഞങ്ങൾ 3 ആളും മാത്രമാണ് ഫുഡ് കഴിക്കാത്തുള്ളൂ ഇപ്പം, അല്ലടാ. അപ്പോൾ നമ്മൾ പോയിട്ട് ദോശ കഴിക്കുന്നു, തിരിച്ചു വരുന്നു, നേരെ പോകുന്നു അമ്പലം. അങ്ങനെ ആ വഴി ഗട്ട് ആസ്വദിക്കാൻ പോവാണ്. ഗട്ടിൽ തന്നെ ഇരിക്കാൻ തോന്നുന്നു. ഇങ്ങനെ അത്ര അടിപൊളിയാണ് അവിടെ. വെച്ചോ. നല്ല വിശപ്പായതുകൊണ്ട് തന്നെ എനിക്ക് ഫുഡ് കഴിക്കുന്ന വ്ളോഗൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. ദോശയാണോ കഴിച്ചത്. അതിനുശേഷം ഞങ്ങൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് ചായ കുടിക്കുകയാണ്. നമ്മൾ നിന്ന് ഡോർമെട്രിയിൽ നിന്ന് ആകെ 700-800 മീറ്റർ മാത്രമേ അസിഘട്ടിലോട്ടുള്ളൂ. അപ്പം നമ്മളുടെ തുടക്കം അസിഘട്ടിൽ നിന്ന് തന്നെ ആവാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പതുക്കെ അസിഘട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ പതുക്കെ അങ്ങനെ നടക്കുകയാണ്. നല്ല നമുക്ക് രാവിലെയും വൈകിട്ടും നല്ല വിഞ്ചറാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് നല്ല അടിപൊളി ചൂടാണ്. സഹിക്കാൻ പറ്റണില്ല, വേർക്കുന്നുണ്ട് സത്യം പറയാലോ. പിന്നെ കോസ്റ്റ്യൂമും റെഡി ആയില്ല, കുറെ തപ്പി. കോസ്റ്റ്യൂം എൻ്റെ റെഡി ആയി, പക്ഷെ ഇക്കിൻ്റെ കൈക്കിടാൻ വള കിട്ടിയില്ല. മാല ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് എടുക്കാൻ പറഞ്ഞു. ഇതെന്ത് ഞാൻ ആരാ ഒന്നുമില്ല. ഈ സാരി ഞാൻ മീഷോന്ന് മേടിച്ചാട്ടാ, വെറും 500 റുപ്യ. ഒന്ന് പോയടാ. കറക്റ്റം പോലെ ഉണ്ടോ? ഗായ്സ്, ഞങ്ങളിപ്പോൾ ഒരു സായിപ്പിനായിട്ട് പരിചയപ്പെട്ടു. ഹീസ് ഫ്രം നെതർലാൻഡ്സ് അല്ലേ രാജു? കൊള്ളാട്ടോ ആളെടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുക. എന്താ ആളുടെ പേരെന്താ പറഞ്ഞേ? എന്തോ കൊള്ളാത്ത പേരാ. നമ്മളുടെ പേര് കറക്റ്റ് ആയിട്ട് പ്രൊണൗൺസ് ചെയ്തു. നന്ദഗോപാലിനെ മാത്രമാണ് കുറച്ച് ആൾക്ക് ട്രിക്കിംഗ് ആയത്. സത്യം, ഞാൻ ഇവനൊക്കെ ഫസ്റ്റ് ഉണ്ടല്ലോ കോളേജിൽ വന്നപ്പോൾ കരുതിയത് പെങ്കൊച്ചാണ്. ഞങ്ങള് ലോക്ക്ഡൗൺ ടൈമിലുണ്ടായിരുന്നത്. അപ്പോൾ പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പേര് മിസ്ബ. ഓക്കെ, വല്ല പെങ്കൊച്ചാന്ന് കരുതിയത്. പിന്നെ മനസ്സിലാണത് ഇങ്ങനത്തെ ഒരു ചെറുക്കനാന്ന്. ഒരു ബാബ ഇപ്പൊ ഒന്ന് അനുഗ്രഹിച്ചു. ആദ്യം സിൻഡോ പോയി, പിന്നെ അവൻ പോയി, പിന്നെ ഞാൻ പോയിട്ടാ. എന്നിട്ട് എൻ്റെ അടുത്ത് പറയാ, അനുഗ്രഹമൊക്കെ ഓക്കെ. ഇനി ഇവിടെ ഒരു രുദ്രാക്ഷ ഉണ്ട്, അതങ്ങോട്ട് വാങ്ങിട്ട് പൊക്കോന്ന്. പൈസ ആയേക്കാ ചായേക്കാ, നമ്മളോട് വാങ്ങിക്കോളാൻ പറഞ്ഞേ. പിന്നെയാണ് മനസ്സിലായത് അതിൻ്റെ ഒരു ചതി. അതെ, ഇങ്ങനൊക്കെ ഉണ്ടാവും. അതാണല്ലോ വാരണാസി. എനിക്ക് വാരണാസിയുടെ ഈ സ്ഥലം ഒന്ന് അടിപൊളിയായി തന്നെ നല്ലപോലെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് പതുക്കൊക്കെ എൻജോയ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള ഘട്ടിലോട്ട് പോയത്. ഇനി എന്താണ് പരിപാടി രോഹിത്? ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. വേണ്ട, ബോട്ടൊന്നും പോണ്ട. നമുക്ക് ഭക്ഷണമല്ല, ഭക്ഷണം വേണം. ഭക്ഷണം ഈസ് ഇമ്പോർട്ടൻറ്റ്. നമ്മൾ രാവിലത്തെ ഫുഡ് തന്നെ സ്കിപ്പ് ചെയ്തിട്ട് ഉച്ചയ്ക്ക് 12 മണിക്കാണ് കഴിച്ചേക്കണേ. എണീച്ചിട്ടില്ല രാവിലെ. എന്നോട് പറയിപ്പിക്കരുത്. അയ്യോ, വാരണാസി ശരിക്കും ഞാൻ ഉദ്ദേശിച്ച പോലെയല്ല കേട്ടോ. എൻ്റെ മൈൻഡിൽ വൃത്തിയില്ല, അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു ഇത്ര നാൾ വരെ, കാണണത് വരെ. പക്ഷേ ഐ തിങ്ക് ഇപ്പൊ എന്ത് വൃത്തിയാന്നോ ഇവിടെ കാണാൻ, അല്ലേ? ഞാൻ ഇങ്ങനെയൊന്നല്ല വിചാരിച്ചത്. ലൈക്ക് ഏരിയ ആണെങ്കിൽ പോലും, ഞങ്ങൾ നിൽക്കുന്ന ഏരിയ പോലും അത്രയും വൃത്തിയുള്ള സ്ഥലമാണ്. ഓരോ കട്ട്സൊക്കെ കാണുന്നത് എന്ത് ഭംഗിയാണെന്നറിയോ.
അതിൽ ഒരു കട്ടിലും കണ്ടുള്ളൂ അത്രയും സ്മെല്ലൊക്കെ അല്ലേ, ഒരുമാതിരി സ്മെല്ലൊക്കെ. ഒരു കട്ടിൽ മാത്രമേ എനിക്ക് അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. ഞങ്ങൾ ഇന്നലെ മുതൽ ഗഡ്സൊക്കെ ഇങ്ങനെ നടന്ന് കാണുക. ഇന്ന് വരെ ഒരു ബാഡ് വൈബ് എവിടുന്നും കിട്ടിയിട്ടില്ല. മീൻ വൃത്തികേടായിട്ട് എവിടെയും കണ്ടിട്ടില്ല. നല്ല വൃത്തിയുള്ള സ്ഥലം. ഇത്ര നാളെ ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത്. ഇറ്റ്സ് റിയലി ഗുഡ്. നമ്മൾ ദശേശ്വമേധ് ഘട്ടിലോട്ടെത്തി. ഇവിടുത്തെ വൈകുന്നേരത്തെ ആരതി ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമുക്കത് മിസ്സാവാതിരിക്കാൻ വേഗം അങ്ങോട്ട് പോയി ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ പോയപ്പോഴാണ് നമ്മൾ കല്യാണമൊക്കെ കണ്ടത്. പ്രത്യേക വൈബ് തന്നെ. അങ്ങനെ നമ്മൾ ഇന്നലെ കണ്ടുവച്ച് കൃഷ്ണാസിൽ അങ്ങോട്ടേക്ക് കയറി. ഇങ്ങോട്ട് വാ ഗൈസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണ എന്ന് പറഞ്ഞ ഹോട്ടലിൽ കയറിയേക്കാണ്. അതാണോ കൃഷ്ണ? ഇവിടെ നമ്മൾ ഈ വഴി കയറിയപ്പോൾ നല്ല സ്മെല്ലടിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് തോന്നി നല്ല ഹോട്ടലായിരിക്കും, നല്ല ഫുഡായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ഫുഡ് ഇവിടെ നിന്നാക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ വ്ളോഗ് എടുക്കുന്ന കാര്യം ഫുഡ് വരുമ്പോൾ ഞാൻ മറന്നു പോവാണ് കേട്ടോ. അപ്പോൾ ഉമ്മാരാണ് എന്നെ ഓർമ്മിപ്പിക്കുക, നീ എന്താ വ്ളോഗൊന്നും എടുക്കുന്നില്ലേ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും, ശരിയാണല്ലോ, ഞാനെന്ത് വ്ളോഗറാണ് ഫുഡൊന്നും ഞാൻ എടുക്കാത്തതെന്നുള്ളത്. പക്ഷേ ഞാൻ ഫുഡ് വരുമ്പോൾ സത്യം പറഞ്ഞാൽ മറന്നു പോണതാണ് അങ്ങനത്തെ ഒരു കാര്യം. അങ്ങനെ നമ്മൾ ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ദശേശ്വമേധ് ഘട്ടിലോട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ തന്നെ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ സീറ്റൊക്കെ കിട്ടി. അങ്ങനെ ആരതിയുടെ പ്രിപ്പറേഷൻസും അതിന് മുന്നേ ഫാമിലീനെ എന്തോ ആരതിയൊക്കെ ഉണ്ടായിരുന്നു, അതും കണ്ടു. വി ആർ ഇൻ ടുക് ടുക്. എൻ്റെ അടുത്താകെ 1% ചാർജ് ഉള്ളൂ. അത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. സോ നമ്മൾ ടുക് ടുക്കിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ട് റൂമിൽ പോയിട്ടൊന്ന് ചാർജ് കുത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ തിരിച്ചു വരും. അപ്പോൾ തിരിച്ച് വന്നിട്ട് ഇനി കാണാം. ബൈ ബൈ. അങ്ങനെ നമ്മൾ റൂമിലെത്തി. ഞാൻ ഡ്രസ് ചേഞ്ച് ചെയ്തു. ഇവർ മുണ്ടൊക്കെ ചുറ്റി ഞങ്ങളിനി അമ്പലത്തിൽ പോകുന്നു. എനിക്ക് അതിൽ പോകാൻ ഭയങ്കര ആഗ്രഹം, ഭയങ്കരമായിട്ട് ആഗ്രഹം. എന്നെ കൊണ്ടുപോയില്ല ഇവര്. നല്ല വിശപ്പുണ്ട്. വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട് കേട്ടോ. ഇല്ലല്ല, ഞാൻ ഒറ്റയ്ക്ക് ഒരു സോളോ ആയിട്ട് പോകണമെന്ന് വിചാരിച്ചേ. അവന്മാരെന്നെ വിടുന്നില്ല. എന്തപ്പോ ചെയ്യാ? ഒറ്റയ്ക്കൊന്നും പോകണ്ട. ഒന്നാമത് ഗുരുവായൂരല്ലത്. ഇതാണ് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ഗേറ്റ്. അപ്പോൾ കയറുമ്പോൾ നമ്മളുടെ കയ്യിൽ സാധനങ്ങളൊന്നും പാടില്ല. അത് നമ്മൾ ലോക്കറിൽ വേണം സൂക്ഷിക്കാനായിട്ട്. അങ്ങനെ അമ്പലത്തിലൊക്കെ കയറി കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങി. ഇതിൻ്റെ പേര് മലായോ എന്നാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വായിലിട്ടപ്പോൾ തന്നെ അലിഞ്ഞുപോയി. വാരണാസി വരുമ്പോൾ നിങ്ങൾ എന്തായാലും സ്വീറ്റ്സ് ട്രൈ ചെയ്തിരിക്കണം, മസ്റ്റാണ്. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു വടയുടെ കട കണ്ടു. വടയുടെ നല്ല സ്മെല്ലടിച്ചിട്ട് ഞങ്ങൾക്ക് കഴിച്ചു നോക്കാൻ തോന്നി. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എസ്പെഷ്യലി ആ ചട്നി നല്ല സ്പൈസും നല്ല ടേസ്റ്റ്. നമ്മൾ റോഹിന്റെ അനിയത്തിക്കൊക്കെ ജുംക്ക വാങ്ങാണ്ട്, എനിക്കൊരു ജുംക്ക വാങ്ങാണ്ട്, എൻ്റെ പിള്ളേർക്ക് ജുംക്ക വാങ്ങാണ്ട്, അങ്ങനെ കുറച്ച് പണിയുണ്ട്. നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് അതും കൂടെ നോക്കുന്നുണ്ട്. ചിലപ്പോൾ ഷോപ്പിങ്ങിന് മാത്രമായിട്ട് നാളെ വരുള്ളൂ. എനിക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ട്. മക്കളെ ഇവിടുത്തെ സ്വീറ്റ്സ് കേട്ടോ വേറെ ലെവലാണ്. സത്യം പറയാലോ, മലായോ എന്ന് പറഞ്ഞ സാധനങ്ങൾ പോയിച്ച് ഏതോ ടേസ്റ്റ് എന്നാ വായിലോട്ട് പലിഞ്ഞു പോയി. അടിപൊളി. ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്വീറ്റ്സ് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. മസ്റ്റ് ട്രൈ. വെറുതെ പറയല്ലോ. വാരണാസിയിൽ
ബാങ് സ്വീറ്റ്സൊക്കെ പോലെ തന്നെ ലസിം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ നമ്മൾ ലസിം ട്രൈ ചെയ്തു. ഈ ലസീൻ്റെ പേര് കേസരിയ ലസി എന്നാണ് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായി. എനിക്കും രോഹിത്തിനും വിനുവിനും നല്ല ഇഷ്ടമായി. ബാക്കിയുള്ളവർക്കൊന്നും അത്ര അടിപൊളിയായിട്ടൊന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് നേരെ ഞങ്ങളങ്ങോട്ട് പോയത് രാജു ഡണ്ടായി എന്ന് പറഞ്ഞ കടയിലാണ്. അവിടുത്തെ ഫേമസ് സാധനം ബാങ് തന്നെയാണ്, പക്ഷെ ഞാൻ കുടിച്ചത് ലസി ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോകാം. ഗൈസ് നമ്മളുടെ സ്വീറ്റ്സ് എല്ലാം ട്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി റൂമിലേക്ക് പോവാണ്. ഇന്ന് റൂമിലെത്തിയാലും നാളെ നമുക്ക് മോർണിംഗ് ആരതി കാണാൻ പറ്റുള്ളൂ. കാരണം ഇന്ന് നമ്മൾ മോർണിംഗ് ആരതി മിസ് ചെയ്തു, രാവിലെ നേരത്തെ എണീറ്റിട്ട്. അപ്പൊ നമുക്ക് പറ്റിയില്ല. അയ്യോ സോറി. ഇല്ല, അങ്ങനെ നമ്മൾ റൂമിലേക്ക് പോകുന്നതും ഗാർഡ്സ് കൂടെ തന്നെ അങ്ങനെ നടക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവർക്ക് നൂഡിൽസ് കഴിക്കാൻ പൂതിയായിട്ട് അവർ കഴിക്കുകയാണ്. ഞാൻ കഴിക്കുന്നില്ല കേട്ടോ, എനിക്ക് താല്പര്യമില്ല ഇപ്പോൾ കഴിക്കാൻ. ഹലോ ഗായ്സ്, സോ ഗുഡ് മോർണിംഗ്. സോ ഇത് നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് വാരണാസിയിൽ. സത്യം പറയാനോ വയ്യാതെ, ഇവിടുത്തെ മഞ്ഞെന്ന് വെച്ചാൽ ഭയങ്കര സീനാട്ടാ. ശരിക്കും വയ്യാണ്ടായി. എനിക്ക് പനി പിടിച്ച അവസ്ഥയായി. ലൈക്ക് പനി ഉള്ളിലുണ്ട്, പുറത്തേക്ക് വന്നിട്ടില്ല. എൻ്റെ മുഖം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. നല്ല മഞ്ഞാ. ഇന്നലെ രാത്രി മൊത്തം ഞങ്ങൾ പുറത്തായിരുന്നല്ലോ, തലക്കനം വന്ന പോലെ ഉണ്ട്. അങ്ങനെ ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഇന്നാണ് ബോട്ട് റൈഡിന് പോണേ. സോ ബോട്ട് റൈഡ് പോകണം, പിന്നെ കുറച്ച് ഷോപ്പിംഗ് പരിപാടി. അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് വിടും. പിന്നെ നേരെ ബാംഗ്ലൂർ ലൈഫ് എഗെയിൻ. സോ നമുക്ക് കാണാം. ഞങ്ങളിപ്പോൾ ദശേഷമേധഘട്ടിക്ക് ഷോപ്പിങ്ങിന് പോവാണ്. അവിടെ നല്ല അടിപൊളി ഷോപ്പിങ്ങിന് പറ്റിയ ഏരിയ ആണ്. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞിട്ട് ബോട്ടിങ്, അത് കഴിഞ്ഞ് നമ്മൾ നേരെ ബാംഗ്ലൂർ അല്ലേ? നമ്മൾ നേരെ ബാംഗ്ലൂർ. 6 മണിക്ക് ട്രെയിന്. പക്ഷെ വയ്യാട്ടാ തീരെ. ലാസ്റ്റ് ഡേ ആകുമ്പോഴേക്കും വയ്യാതായി. നമ്മൾ ഷോപ്പിങ്ങിനായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഷിനാസായിട്ട് എന്നെ ഇങ്ങോട്ടേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നതാണ് കേട്ടോ. എനിക്ക് സാരീസ് എന്ന് വെച്ചാൽ എൻ്റെ വീക്ക്നെസ് ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം, വേറെ ഞാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളത് സാരിയാണ്. എനിക്ക് എന്താണെന്ന് അറിയില്ല, സാരിയിൽ ഞാൻ ഭയങ്കര കംഫർട്ടാണ്. ടിഷ്യൂ ബനാറസി സാരിയും കൂടെ കണ്ടപ്പോൾ അടിപൊളി. ഞാൻ അതിൽ അങ്ങോട്ടേക്ക് അങ്ങോട്ട് വീണു. വാരണാസിയിൽ സാരി നോക്കാൻ വന്നതാണ്. ബനാറസി സാരി നോക്കാൻ വന്നതാണ് നമ്മൾ. സാരി വേണോ? ഷിനാസിന്റെ കുട്ടിക്ക് യൂട്യൂബർ രോഹിത്ത് ഞാൻ യൂട്യൂബറാന്ന് പറഞ്ഞുകൊണ്ടാണോന്നറിയില്ല, കുറെ എടുത്ത് കാണിച്ചു തന്നു. അപ്പൊ നമ്മളിവിടെ ബോട്ട് റൈഡ് നോക്കുകയാണ്. നമുക്ക് ഞാൻ 1 മണിക്കൂർ 1/2 മണിക്കൂർ സമയമുള്ളൂ. ബാർഗെയിനിങ്ങിലാണ് ഇവര്. നമുക്ക് 1300 രൂപ തന്നില്ലെങ്കിൽ ബോട്ടിങ് വേണ്ടെന്ന് വെച്ചാൽ, കാരണം ഞങ്ങളുടെ അടുത്ത് പൈസ കുറവാണ്, പ്ലസ് നമുക്ക് സമയമില്ല. നമ്മള് ടൈമിലെത്തില്ലെങ്കിൽ നമ്മളെ ട്രെയിൻ ഒരാൾക്ക് 200 രൂപ 150 We are in boat, guys. വാരണാസിയിൽ വന്നാൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് ഇവിടുത്തെ ബോട്ട് റൈഡും. കാരണം ഈ ബോട്ടിലിരുന്നിട്ട് വാരണാസി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. ആ ബിൽഡിങ്സിൻ്റെ ആർക്കിടെക്ചറും ഗംഗാനദിയും എല്ലാം അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. നമ്മളുടെ കയ്യിൽ കൊടുക്കാൻ ഫുഡില്ലാത്തതുകൊണ്ട് പക്ഷികളൊന്നും നമ്മളുടെ അടുത്തോട്ട് വന്നില്ല. നമ്മളപ്പോൾ റൂം വെക്കേറ്റ് ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ വാരണാസി ട്രിപ്പ് കഴിഞ്ഞു. അയ്യോ, എല്ലാവർക്കും ജലദോഷം ഇതായി, അങ്ങനായി വയ്യ, നല്ല പനിയായി. സൂപ്പർ. ഒരു മിനിറ്റ്, ഇതിപ്പോൾ നമുക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് കാണാം. ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമ്മളുടെ ട്രെയിൻ ലേറ്റ് ആണ്. എനിക്കാണെങ്കിൽ ചെറുതായിട്ട് പനിക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ല രസമുണ്ടല്ലേ? ഹൗ ഈസ് വാരണാസി? How is Varanasi? यात्रीगण कृपया ध्यान दें, गाड़ी संख्या 15734 जाओ। बठिंडा बालूघाट फरक्का एक्सप्रेस प्लेटफॉर्म संख्या 1 पर आ रही है. വാരണാസി മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. പക്ഷെ എന്താ പറയാ, ചെറുതായിട്ടൊരു ഇൻകംപ്ലീറ്റ് ആയ പോലൊക്കെ ഉണ്ട്. അത് നമുക്ക് ടൈം കിട്ടിയില്ല. നമ്മളെ ട്രെയിൻ ഡിലേ ആയിരുന്നല്ലേ വരണത്. അതിന്റെ ചെറിയ ബുദ്ധിമുട്ടുകൾ നല്ലം പോലെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഓക്കെ ആണ്, അടിപൊളിയാണ്, സെറ്റാണ്. ഹലോ ഗൈസ്, ഇന്നലെ ഞാൻ ട്രെയിനിൽ കയറിയിട്ട് വീഡിയോ ഒന്നും എടുത്തില്ല. ദ റീസൺ ഈസ് എനിക്ക് നല്ല പനി പിടിച്ചു. ഇന്നലെ രാത്രി തണുത്ത് വരച്ചിട്ടാണ്. ഓൾറെഡി തണുപ്പുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ പനിയും കൂടെ ആയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പോരാത്തതിന് പീരീഡ്സും. വാവ്, അമേസിങ്. എല്ലാം കൂടെ ഒരുമിച്ച് വന്നിട്ട് ഞാൻ അടിപൊളിയായിട്ടാണ് ഉണ്ടായിരുന്നത്. ഒരു കോലം കണ്ടാൽ മനസ്സിലാവുണ്ടാവും എനിക്ക് എത്രത്തോളം വയ്യാന്നുള്ളത്. ഞങ്ങൾക്ക് എല്ലാവർക്കും ജലദോഷം പിടിച്ചു.
ഇല്ലടാ വയ്യ. ഞങ്ങളുടെ ചുണ്ടൊക്കെ ഉണ്ട പൊട്ടുന്ന് ഒരുമാതിരി തണുപ്പ്, വൃത്തികെട്ട തണുപ്പ്. ഞങ്ങളിനി നാളെ രാത്രി എത്തുള്ളൂ. ഈ ട്രെയിൻ ഓൾറെഡി പതുക്കെ പോണത്, ഓൾറെഡി 6 മണിക്കൂർ ഡിലേ ആയി. എന്തൊക്കെയാണോ ഞങ്ങള് വരണ ട്രെയിനിന് ഞങ്ങൾക്ക് പണി വന്നു, പോണ ട്രെയിനിന് ഞങ്ങൾക്ക് പണി തരിക. എന്താല്ലേ നല്ല ഭാഗ്യമുള്ള പിള്ളേരെ ഞങ്ങൾ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് ഇങ്ങനെ പാട്ടൊക്കെ കേൾക്കുമായിരുന്നു. അപ്പോഴാണ് നമ്മളെ സ്പോട്ടിഫൈ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ ആഡ്സ് ഇടുന്നത്. എത്ര ആഡ്സ് ഇട്ടിട്ടും കാര്യമില്ല, ഞാൻ പ്രീമിയം എടുക്കില്ല. അപ്പോൾ ഞാനങ്ങനെ വേറൊരു ആപ്പ് കണ്ടുപിടിച്ചു, യൂട്യൂബൈ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിലാണ് ഞാനിപ്പോൾ പാട്ടൊക്കെ ഇങ്ങനെ കേട്ടു പോകുന്നത്. അങ്ങനെ ഞങ്ങളിരിക്കുമ്പോൾ നൈറ്റായി. നാഗ്പൂർ എത്തിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ എത്താറായി. പൊരുത്തം വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങളടുത്ത് വന്ന് സാധാ പോലെ സംസാരിച്ചു. എന്നിട്ട് അവൻ എന്താ പറഞ്ഞതെന്നറിയോ, അവൻ എന്താ അശ്വത്ഥാമാവിനെ കണ്ടിട്ടുണ്ട്, അവന് സൂപ്പർ പവേഴ്സ് ഉണ്ട്, അവൻ അതാണ് ഭഗത് സിംഗിനായിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്, അങ്ങനെ ഫുൾ തള്ളു. ഇങ്ങനെ കൈയൊക്കെ കാട്ടി തന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല, എനിക്ക് മാത്രമേ കാണാൻ പറ്റുള്ളൂ, ഐ ക്യാൻ ഫീൽ ഇറ്റ്. എൻ്റെ കയ്യിൽ മറ്റേ എന്താ ഗാന്ഡീവോ, അർജുനൻ്റെ ഗാന്ഡീവൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കുറേ വൺ തള്ളു. അങ്ങനെ അയാളെയും പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ചിട്ടൊക്കെ ഇരുന്നൊരു വൈബാക്കി. നമ്മൾ ഇന്ന് രാവിലെ തൊട്ടിട്ട് ഒന്നും കഴിച്ചിട്ടില്ല, ഫുഡ് പട്ടിയാണ്. ആ കഴിച്ചിരുന്ന ഒരു സമൂസയും പിന്നെ 30 രൂപയുടെ എന്തോ ഒരു റൈസ് പോലത്തെ എന്തൊരു സാധനം പോകണ്ടായിരുന്നു, അതും കഴിച്ചു. അതല്ലാതെ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. സത്യം, ഒരു ചപ്പാത്തി പോയിണ്ടായിരുന്നടാ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു രാജു വാങ്ങിയത്. അത് കഴിച്ചാൽ മതി. 5 ചപ്പാത്തി കിട്ടും, 40 രൂപയാ. അതെ, ഓ അത് വാങ്ങിയാൽ മതിയായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് നമ്മളിപ്പോ കേക്കൊക്കെ വാങ്ങി അഡ്ജസ്റ്റ് ചെയ്യാണ്. വേറെ നിവൃത്തിയില്ല. രാവിലെ കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നണം. ചിലപ്പോ എന്ത് ചെയ്യാ? അതെന്താ ഹലോ ഗായ്സ്, സോ ഇത് നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ്. നല്ല ട്രെയിൻ യാത്ര ഇന്നത്തോടുകൂടി അവസാനിക്കുകയാണ്. രാത്രി കഴിഞ്ഞ് 11:30 എത്തും. ബാംഗ്ലൂർ എത്തും, കഴിഞ്ഞു. പക്ഷേ നമ്മൾ നാളെ രാവിലെ നാട്ടിൽ പോവാണ് ഗായ്സ്. നാട്ടിലത്തെ നല്ല അടിപൊളി ഫുഡ് കഴിക്കാൻ. നാട്ടിൽ നിന്ന് വന്നിട്ടൊരു സുഖമില്ല. അപ്പോൾ നമ്മൾ നാട്ടിലത്തെ ഫുഡ് കഴിക്കണം. നല്ല ചോറ്, നല്ല സാമ്പാർ, നല്ല മീൻകറി. ഏതല്ലേ എന്നെ കളിയാക്കാൻ നിങ്ങള് ഉമ്മമാരെന്നെ കളിയാക്കുക, അമ്മമാരെ വൈകിട്ടാക്കുക. നാട്ടിലെ ഫ്രണ്ട്സ് ഇപ്പം ആരുമില്ല. എനിക്ക് നാട്ടിലത്തെ ഫുഡ് മതി. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് പോണത്, വീട്ടിലത്തെ ഫുഡ്. കുറച്ച് നേരത്തിൻ്റെ ഉള്ളിൽ തന്നെ വേഗം ബാംഗ്ലൂർ എത്തുമല്ലോ എന്ന് വെച്ചിട്ടുള്ള സന്തോഷത്തിലിരിക്കുകയാണ് കേട്ടോ. ബാംഗ്ലൂർ ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സെക്കൻഡ് ഹോം പോലെ ആയിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നാളെ നമ്മൾ നമ്മളുടെ വീട്ടിൽ പോവാണ്, നല്ല ഫുഡൊക്കെ കഴിക്കണ്ടേ, അതിൻ്റെ സന്തോഷം വേറെ ഉണ്ട്. പിന്നെന്താ വേണ്ടത്? ഞങ്ങളുടെ അപ്പുറത്ത് ഗായ്സ്, നമ്മളിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. ഞാൻ 1 മണിക്കൂറും കൂടെ ഉള്ളൂ നമ്മൾ ബാംഗ്ലൂർ എത്താനായിട്ട്. നമ്മളുടെ സ്റ്റോപ്പ് നമ്മളുടെ ജംഗ്ഷൻ സ്റ്റോപ്പാണ്. അതന്നെ ആ സാധനമാണ്. എത്തിയിട്ട് നമ്മൾ നേരെ പോകുന്നു റൂമിലേക്ക്. അല്ല, മക്കാനി റൂമിൽ പോയി പിന്നെ ഫ്രഷായി ഡ്രസ്സൊക്കെ എടുത്തിട്ട് നാട്ടിലേക്ക്. ബെസ്റ്റ് പാർട്ട് ഓഫ് ട്രിപ്പ്. അതെ ഗായ്സ്, അപ്പൊ നമ്മളങ്ങനെ ട്രെയിനിന്റെ അടുത്ത് ബൈ പറയാണ്. ബൈ ട്രെയിൻ ഗൈസ്. അടുത്ത ട്രിപ്പ് ഉണ്ട്. വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ DM ചെയ്യാം. ന്യൂ ആർട്ട് വിഷൻ ഒന്നും സ്വീകരിക്കുന്നതല്ല. നല്ല പാക്കേജ് ഉണ്ട്. സമ്മതിക്കില്ല, സ്വീകരിക്കില്ല. ഇന്ന് വേണം. ഭാഗ്യം വേണ്ട, അത് പോണാർന്ന്. ഈ സാധനം വ്ളോഗിൽ വരട്ടാ. ബാംഗ്ലൂരിലുള്ളവർക്ക് പരിഗണന. വേറെ കിഡിലൻ ട്രിപ്പ്.
മുൻകൂട്ടി പഠിച്ചിട്ടുള്ള പരിപാടിയൊന്നുമില്ല. എത്ര പൊട്ടി പൊട്ടി അത് മതി. 2 ലക്ഷം രൂപ പഠിച്ചിട്ടുണ്ടോ? അതിന്റെ ഡേ കൂടെ on. ബൈ പറയും. അപ്പൊ ഗൈസ് നമുക്കിനി നെക്സ്റ്റ് ട്രിപ്പിൽ കാണാം.